എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ, 2024. അപ്പൊ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ നെഗറ്റീവ് അടിക്കുന്നൊക്കെ കുറയുന്നുണ്ടോ? നെഗറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി മുന്നോട്ട് വരാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ, നിങ്ങളുടെ കാര്യങ്ങളും കൂടെ അറിയാൻ തോന്നിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കയറാം അല്ലെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, one must do dash work എന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക. one must do dash work. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ. one must do dash work. ആൻസർ 1 വരുമ്പോ അവിടെ എന്തായിട്ടാ വരണ്ടേ? once എന്ന് വരണം അല്ലെ. അപ്പൊ one must do once work ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, one must do once work ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മാർക്ക് പോകാനുള്ള ഇല്ല കേട്ടോ, അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അക്വിൻറ്റൻസിന്റെ സ്പെല്ലിംഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. അക്വിൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിചയമുള്ള അല്ലെ. അപ്പൊ സ്പെല്ലിംഗ് നോക്കിയേ, ACQUAIN TANCE, TANCE. ഓക്കെ, ACQUAINTANCE, അക്വിൻറ്റൻസ്. ഓക്കെ, അക്വിൻറ്റൻസ്. അപ്പൊ പരിചയമുള്ള, നമുക്ക് ജസ്റ്റ് ആലോചിക്കുമ്പോ പരിചയമുള്ള ഒരാളെ നമ്മൾ കാണാൻ പോയി അല്ലെ. അപ്പൊ നല്ല ചൂടാണ്, ചിലപ്പോ നമുക്ക് സൺ ടാൻ ഒക്കെ വരും അല്ലെ. അപ്പൊ ഒരു ടാൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ടാൻ, അവിടെ വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാം അല്ലെ. ഈ രണ്ട് സ്ഥലത്തും ടെൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കാം. അക്വിൻറ്റൻസ് ആണ്, ക്വന്റ്. ഓക്കെ, അക്വിൻറ്റൻസ്, TANCE, ACQUAINTANCE. ഓക്കെ, അപ്പോ ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 73rd ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദി ഫോളോയിങ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദി ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നോക്കിയിട്ട് പറഞ്ഞേ. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദി ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. ഓപ്ഷൻസ് നോക്കുക. ട്രാൻസ്ഫോം, ഇൻഡ്യൂസ്, എഫക്ട്, മോഡിഫൈ. ഏതായിരിക്കും ആൻസർ ചെയ്യാം? ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസിനെ എന്ത് ചെയ്യും? ബാധിക്കും അല്ലെ. എഫക്ട് ചെയ്യും. സോ നമ്മുടെ ആൻസർ എന്താ വരിക? ഇറ്റ്സ് ഓപ്ഷൻ സി ആണ്, എഫക്റ്റ് ആണ് അല്ലെ. എഫക്ട് ചെയ്യുക. അപ്പൊ എഫക്ട് പഠിക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ഇഫക്റ്റ് പഠിക്കണ്ടേ അല്ലെ. ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ട് അല്ലെ. എങ്ങനെ എഫക്ട് ചെയ്തു, എങ്ങനെ ബാധിച്ചു എന്നാണ് നമ്മൾ പറയാ. AFFECT എന്ന് പറഞ്ഞാല് എന്താ? ബാധിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇഫക്റ്റ് എന്ന് പറഞ്ഞാലോ, അതിന്റെ ഇഫക്റ്റ് എന്താ? അതിന്റെ റിസൾട്ട് എന്താ അല്ലെ. ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? അത് റിസൾട്ട് ആണ് കേട്ടോ. ഓക്കെ, ഇതേപോലത്തെയുള്ള ചോദ്യങ്ങള് ഇപ്പൊ PSC ചോദിക്കുന്നുണ്ട്. ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷെ മീനിങ്ങിൽ വ്യത്യാസമുള്ളത്. അപ്പൊ എല്ലാവരും ആ ഒരു പോർഷനും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയല്ലോ. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് എഫക്ട് ദി ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മാറ്റം അല്ലെ. ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്യുക അല്ലെ. ചെറിയൊരു മാറ്റം വരുത്തുക, ഒരു ഇംപ്രൂവ്മെന്റ് വരുത്തുക, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക അല്ലെ. ഓക്കെ, സോ ഇവിടുത്തെ ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്, എഫക്റ്റ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി സിനോണിം ഫോർ വെനറേറ്റ്. വെനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിനോണിം ആണ് ചോദ്യം. വെനറേറ്റ് പോരട്ടെ. സിനോണിം ഫോർ വെനറേറ്റ്. വെനറേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റെസ്പെക്ട് ആണ് അല്ലെ. ആദരിക്കുക, ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വെനറേറ്റ്. ഓക്കെ, റെസ്പെക്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ആലോചിക്കാനായിട്ട് ഇപ്പൊ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓർക്കാം. വേണമെങ്കിൽ, വെനെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ന് ആലോചിക്കാം. വേണമെങ്കിൽ ഒരാളെ റേറ്റ് ചെയ്ത് നമുക്ക് അയാളെ റെസ്പെക്ട് ചെയ്യാം അല്ലെ. ഒരാളെ നമ്മൾ റേറ്റ് ചെയ്തു, അയാൾ അത്യാവശ്യം നല്ല ആളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെസ്പെക്ട് ചെയ്യാം എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. വെനറേറ്റ്, വേണമെങ്കിൽ റേറ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തേക്ക് കയറാം. ഐഡന്റിഫൈ ദി ആന്റണിം ഫോർ ഇമാസിയേഷൻ. ഇമാസിയേഷന്റെ ആന്റണിം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആന്റണിം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നുള്ളത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ഇമാസിയേഷൻ നമ്മുടെ PSC PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് അല്ലെ. ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
വീക്ക് ആയിട്ടുള്ള, ശോഷിച്ചിട്ടുള്ള, തിന്നായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ഇമാസിയേഷൻ. ഓക്കെ, അപ്പോ വീക്ക് അല്ലാത്ത നല്ല സ്ട്രെങ്ത് ഉള്ള അല്ലെ മീനിങ് വരുന്ന വേർഡ് ഇവിടെ ഏതായിട്ടാ വരുന്നേ? ദാറ്റ് ഇസ് പോരട്ടെ, ഇൻവിഗറേഷൻ. എന്താണ് ഇൻവിഗറേഷൻ? ഓക്കെ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള എന്നുള്ള ഒരു മീനിങ് ആണ് ഇൻവിഗറേഷൻ. ഇൻവിഗറേഷൻ. അപ്പൊ ഇമാസിയേഷൻ നമുക്ക് അറിയായിരിക്കും, പക്ഷെ ഇവിടെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ആന്റണിം ഈ വാക്കുകൾ നമുക്ക് ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടാതെ വന്നിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിന്നായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ആന്റണിം ഇറ്റ് ഇസ് ഇൻവിഗറേഷൻ. പഠിച്ചു വെച്ചേക്ക്. ഇൻവിഗറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള. ഓക്കെ, ഗ്ലോറിഫിക്കേഷൻ എന്താണ്? ഗ്ലോറിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ പ്രശംസിക്കുക അല്ലെ, പ്രശംസിക്കുക, ഗ്ലോറിഫൈ ചെയ്യുക. ഓക്കെ, പ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക, പ്രശംസിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഗ്ലോറിഫിക്കേഷൻ വരുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കിയേ, ഇനുൻഡേഷൻ. ഇനുൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ആണ്. ഓക്കെ, ഫ്ലഡ് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇനുൻഡേഷൻ വരുന്നത്. ഡിപ്രഷൻ അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, അപ്പോ ഇമാസിയേഷന്റെ ആന്റണിയം ആയിട്ട് വരുന്ന വേർഡ് ഇറ്റ് ഇസ് ഇൻവിഗറേഷൻ. ഇൻവിഗറേഷൻ നമ്മുടെ വൊക്കാബുലറിയുടെ ഒക്കെ ക്ലാസ് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐഡന്റിഫൈ ദി പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലേർഡ്, കൺഫ്യൂസ്ഡ്. ഓക്കെ, ഐഡന്റിഫൈ ദി പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ഇതേപോലെ റിലേഷൻ ഉള്ളത്. ബ്ലേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂസ്ഡ് ആണ്. അതേപോലെ വരുന്ന ഇവിടെ ആൻസർ ഏതായിട്ട് വരും? നോക്കിട്ട് പറഞ്ഞേ. നമ്മൾ വൊക്കാബുലറി ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. മഡിൽഡ്. മഡിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മഡിൽഡ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ, ക്ലിയർ അല്ലാത്ത, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മഡൊക്കെ കാണുമ്പോ, ചെളിയൊക്കെ കാണുമ്പോ നമ്മൾ ആകെ കൺഫ്യൂഷനിലായിരിക്കും. ആ വഴിക്ക് പോണോ അല്ലെ, ഒരു വഴിയിൽ ഇപ്പോ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ, ആ വഴിക്ക് പോണോ അല്ലെങ്കിൽ വേറെ വഴിക്ക് പോണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ മഡിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കേട്ടോ. അപ്പോ അതിന്റെ കൂടെ തന്നെ എഴുതിയിട്ടുള്ള കണ്ടോ, അൺക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ബ്ലേർഡ്, കൺഫ്യൂസ്ഡ്. അതേപോലെ തന്നെ മഡിൽഡ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത കേട്ടോ. മഡിൽഡ് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിക്കുക ആഡിൽ. ആഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആഡിൽ എന്ന് പറഞ്ഞാലും കൺഫ്യൂസ്ഡ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പൊ മഡിൽഡ് എന്ന് പറയുന്ന പോലെ തന്നെ ആഡിൽ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂസ്ഡ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ പഠിച്ചല്ലോ. വെനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേണമെങ്കിൽ റേറ്റ് ചെയ്തിട്ട് നമുക്ക് റെസ്പെക്ട് ചെയ്യാം അല്ലെ. പിന്നെ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള, ഇൻവിഗറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെങ്ത് ഉള്ള, പിന്നെ മഡിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള. ഓക്കെ, കൂടെ തന്നെ പഠിച്ചു പോണേ. യെസ്, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഇസ് കോൾഡ്. അങ്ങനെയുള്ള ഒരു ക്ലൗഡിനെ നമ്മൾ എന്താ പറയാ? നിംബസ് ആണ് അല്ലെ, പഠിച്ചിട്ടുള്ളതായിരിക്കണം. നിംബസ് ക്ലൗഡ് എന്നാണ് പറയുക. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? ഞാൻ എല്ലാ ഓപ്ഷൻസും ഉറക്കെ വായിക്കുന്നില്ല, കാരണം വെറുതെ ഇനി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, തെറ്റിക്കുന്ന കാര്യങ്ങൾ വെറുതെ മൈൻഡിലോട്ട് കയറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് വേഗം ആൻസർ പറഞ്ഞേ. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് ആണ് കേട്ടോ. ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ്. സെൽഫിഷ് ഇൻട്രസ്റ്റ് ഉള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ വൊക്കാബുലറി കണ്ടോ? വൊക്കാബുലറി എന്നുള്ള ചോദ്യങ്ങൾ കണ്ടോ അല്ലെ? അപ്പൊ വൊക്കാബുലറിക്കും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. നമ്മൾ പഠിച്ച വൊക്കാബുലറി കിട്ടില്ല എന്നുള്ള തോന്നല് വേണ്ട. SSC ലെവലുള്ള വൊക്കാബുലറീസ് ഒക്കെ കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ PSC എക്സാമുകളിലും വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ തോന്നല് വേണ്ട. എല്ലാവരും കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടിരുന്ന് വൊക്കാബുലറിയും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗ്രാമറിലെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 80th one, I dash to the market with my friends now. പോരട്ടെ, I dash ബ്രാക്കറ്റിൽ ഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. To the market with my friends now. ഈ നൗ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതായിരിക്കും? ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. ഏത് ടെൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് വരും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വരാം? എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം
പ്ലസ് വെർബിന്റെ ഒപ്പം ING ഫോം. ശരിയല്ലേ? അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കണ്ടിന്യൂസ് ടെൻസിനകത്ത് ഐയുടെ കൂടെ വരുന്ന ബാക്കി ഏതാണ് ഓക്സിലറി വേർഡ് എന്ന് പറയുന്നതായിട്ട് ആം അല്ലെ. I am going to the market with my friends now. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം, this brand of furniture is dash any other brand of furniture in the market. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? this brand of furniture is costlier than അല്ലെ. എനി അതർ വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ കോസ്റ്റ്ലിയർ ദാൻ എന്നാണ് പറയാ കേട്ടോ. കോസ്റ്റ്ലിയർ ദാൻ. ദിസ് ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫേർണിച്ചർ ഇൻ ദി മാർക്കറ്റ്. ഓക്കെ, കിട്ടിയില്ലോ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഷീ എഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വർ പുട്ട് ബിഫോർ ഹെർ. ഓക്കെ, അപ്പോ ഈ ഒരു ചോദ്യവും നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ഒന്നാമത് ഷീ എഗ്രി എന്ന് നമ്മൾ പറയില്ല അല്ലെ. ഷീ എഗ്രീസ് എന്ന് വേണം, അങ്ങനെ വരണമായിരുന്നു അല്ലെ. ഷീ എഗ്രി എന്നല്ല, ഷീ എഗ്രീസ് എന്ന് പറയണം. അപ്പൊ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാം? ഷീ എഗ്രീസ് ടു എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എഗ്രീസ് വിത്ത് പറയാം അല്ലെ, എഗ്രീസ് ഓൺ എന്ന് പറയാം. അപ്പൊ ഈ എല്ലാ പോസിബിലിറ്റീസും വരുന്നുണ്ട്, ബൈ എന്ന് പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, identify the most suitable pair of words to complete the sentence. Despite being the dash partner in the relationship, the franchisor does not always have all the dash. Okay, despite being the dash partner in the relationship, the franchisor does not always have all the dash. എന്തായിരിക്കും ആൻസർ? വളരെ ഡൊമിനന്റ് ആയിട്ടുള്ള അല്ലെ, വളരെ ഡൊമിനന്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസറിന് എപ്പോഴും എല്ലാ അഡ്വാൻറ്റേജസ് ഉണ്ടാവണം എന്നില്ല അല്ലെ. ഡൊമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എന്താ പറയാ, ഭരിക്കുന്ന, ഡൊമിനന്റ് നേച്ചർ അല്ലെ, കുറച്ചും കൂടെ അരഗന്റ് ആയിട്ടുള്ള, ഡൊമിനന്റ് ആയിട്ടുള്ള, ഭരിക്കുന്ന. ഓക്കെ, സോ ഡിസ്പൈറ്റ് ബീങ് ദി ഡൊമിനന്റ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ഓക്കെ, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദി അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയാം, പക്ഷെ ഒരിക്കലും ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറയില്ല. അപ്പൊ ഇത് പറഞ്ഞപ്പോ ജസ്റ്റ് അതും കൂടെ പറഞ്ഞു പോയിന്ന് മാത്രം കേട്ടോ. ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞുള്ള പ്രയോഗം ഇല്ല, പക്ഷെ എന്ത് പറയാം? ഇൻസ്പൈറ്റ് ഓഫ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. We are happy that our chief minister with the members of his cabinet dash be present at the function. I mean, we are happy that our chief minister with the members of his cabinet dash to be present at the function. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? with, along with, together with, in addition to, accompanied by. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആരെയാ നോക്കണ്ടേ? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ. ഫസ്റ്റ് സബ്ജക്റ്റ് ആരാ? സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ നമ്മളിവിടെ ഏതാ യൂസ് ചെയ്യണ്ടേ? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലെ. ഇനി നോക്കിയിട്ട് പറഞ്ഞ ഇതിനകത്ത് സിംഗുലർ വെർബ് ഏതാ വരുന്നേ? എസ് ആണ് നമ്മുടെ സിംഗുലർ വെർബ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദി മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഇസ് ടു ബി പ്രസന്റ് അറ്റ് ദി ഫംഗ്ഷൻ. കിട്ടിയല്ലോ? അപ്പൊ പഠിക്കുമ്പോ ഇതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഏതൊക്കെയാണ്? വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ലൈക്ക്, അൺലൈക്ക്. കേട്ടോ, ഇതൊന്നും എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല, ലൈക്ക്, അൺലൈക്ക് ഒക്കെ. അതൊക്കെ വരുമ്പോഴും നമ്മൾ ആരെ നോക്കണം? ഫസ്റ്റ് സബ്ജക്റ്റിനെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡാഷ് ഫിൽ ചെയ്യാൻ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, 85th one. No sooner had she entered the room, dash and everybody began to make sound. എന്തായിരിക്കും ആൻസർ? No sooner had she entered the room, dash and everybody began to make sound. യെസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ നോ സൂണറിന്റെ കൂടെ വരുന്ന ആളാരാ? നോ സൂണർ ദാൻ ആണ് അല്ലെ. ആ ഒരു കാര്യം അറിയെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലെ. No sooner had she entered the room than the light went out. Okay, than the lights went out. അപ്പൊ ഇവിടെ എന്താ വരണ്ടേ? than. Okay, than the lights went out ആണ് ആൻസർ ആയിട്ട് വരിക. നോ സൂണറിന്റെ കൂടെ വരുന്ന ആളാരാണ്? than ആണ് അല്ലെ. ഹാർഡ്ലി, അതുപോലെ തന്നെ ഏതാണ് ഹാർഡ്ലിയുടെ കൂടെ വരുന്ന, ഹാർഡ്ലി, സ്കേർസ്ലിയുടെ ഒക്കെ കൂടെ വരുന്ന കൺജങ്ഷൻ ഏതാ വരിക? കൊറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. പെയർ ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കൊറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറയാ. അപ്പൊ ഹാർഡ്ലിയുടെ കൂടെ വരുന്ന ആളാരാ? വെൻ ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഹാർഡ്ലി വെൻ ആണ്. ഇതിന്റെ കൂടെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചേക്കാം.
ഹാർഡ്ലി, വെൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ നോ സൂണർ വെൻ ആണോ എന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ഇരിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് അല്ല കേട്ടോ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഹാർഡ്ലിയുടെ കൂടെ വെൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, ഹോംവർക്ക് എന്ന് ഓർക്കാം അല്ലെ. ഹാർഡ്ലി ആണെങ്കിൽ വെൻ ആണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. We met her immediately after the session in which she dashed a nice speech. എന്തായിരിക്കും ആൻസർ? We met her immediately after the session in which she dashed a nice speech. അപ്പൊ ആദ്യം ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? We met her immediately. ആയി തന്നെ നമ്മൾ ടെൻസ് നോക്കുക. മെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മെറ്റ് എന്ന് പറഞ്ഞാല് മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. അപ്പൊ ഇത് V2 ഫോം ഓഫ് ദി വെർബ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, we met her immediately after. ആഫ്റ്റർ കാണാൻ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം നടന്നിട്ടുള്ളത് ഈ ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ആക്ഷൻ ഇതായിരിക്കും. ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. അപ്പൊ ആദ്യം നടന്നിട്ടുള്ള ഈ ഒരു കാര്യമാണ്, അതിനുശേഷമാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസിൽ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് നടന്നിട്ടുള്ള കാര്യം ഏത് ടെൻസിലായിരിക്കും? രണ്ടും പാസ്റ്റിലാണെങ്കിൽ കേട്ടോ, രണ്ടും പാസ്റ്റിലാണെങ്കിൽ അതിൽ ഫസ്റ്റ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യണം. രണ്ടാമത് നടന്നിട്ടുള്ള കാര്യമാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബാണ് അല്ലെ. രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം നമ്മൾ മെറ്റ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. വെൻ ഐ റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ, വെൻ ഐ റീച്ച് അല്ലെ, വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇത് നമ്മുടെ PSC മുമ്പൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് അല്ലെ. ഇപ്പൊ ചെറിയൊരു മാറ്റം വരുത്തി ഇതേപോലെ ആക്കി. അപ്പൊ ആഫ്റ്റർ ഒക്കെ കാണുമ്പോൾ നോട്ട് ചെയ്യുക, ഒരു കാര്യമായിരിക്കും ആദ്യം നടന്നിട്ടുണ്ടാവുക, അതിന് ശേഷമാണ് മറ്റേ കാര്യം നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങൾ സെയിം ടെൻസിലായിരിക്കും. അതും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ടതാണ് അല്ലെ. ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ രണ്ടും സെയിം ടെൻസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഇന്ററപ്റ്റ് ചെയ്താൽ ആ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം ഏത് ടെൻസിലായിരിക്കും? വേഗം പറഞ്ഞേ. ആ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഇന്ററപ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം ഏത് ടെൻസിലായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, while I was studying, my father came in. While I was studying, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ കയറി വന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്റെ അച്ഛൻ കയറി വന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഒരു കാര്യം ഇന്ററപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്ററപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ഏത് ടെൻസിലാ പറയാ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ റീസെന്റ് ട്രെൻഡ്സ് അനുസരിച്ചിട്ട് ഈ ഒരു ടൈപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. മൈ ഫാദർ കേം ഇൻ. കണ്ടോ, കേം എന്ന് പറയുന്നത് കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. കേം V2 ഫോം. ഐ വാസ് സ്റ്റഡിങ് അല്ലെ, വാസ് സ്റ്റഡിങ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഇവിടെ അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം. ഈ ഒരു ക്വസ്റ്റൻ ഒക്കെ സുഖമായിട്ട് മാർക്ക് കിട്ടേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. 85 ആണെങ്കിലും 86 ആണെങ്കിലും ഒക്കെ മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ. അപ്പൊ അവിടെ എവിടെയെങ്കിലൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ പോർഷന് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ നോ സൂണർ അത് നമ്മുടെ കൺജങ്ഷൻസിൽ വരുന്നതാണ്. 86th വൺ ടെൻസിലാണ് വരുന്നത് കേട്ടോ. ഇനി 87th വൺ നോക്കാം. ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിന്റിങ്സ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിംഗ്സ്. എന്തായിരിക്കും ആൻസർ? ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. യെസ്, ആൻസർ വരുന്നത് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോ ദ ഗസ്റ്റ് അഡ്മയർഡ് പാസ്റ്റ് ടെൻസ് ആണ് മനസ്സിലായി. മൈ പെയിന്റിങ്സ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിംഗ്സ്. അപ്പോ ഇവിടെ നമുക്ക് നോക്കുമ്പോ ഈ സീംഡ് എന്ന് പറഞ്ഞുള്ള വാക്കിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? 2 + V1 ഫോം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സീംഡിന്റെ കൂടെ എന്താ യൂസ് ചെയ്യണം? 2 + V1 ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് മാറ്റാം. സീംഡിന്റെ കൂടെ 2 + V1 ഇല്ല അല്ലെ. സീംഡ് ഡിസ്ലൈക്കിംഗ് എന്ന് പറയില്ല. ദാറ്റ് ഇസ് റോങ്. ഇനി അടുത്ത് നോക്കിയേ, ഓപ്ഷൻ ബി നോക്കുമ്പോ
seem to have disliking. നമുക്കറിയാം ഹാസ് ഹാവ് ഹാഡിന് ശേഷം സാധാരണ നമ്മൾ V3 ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. പക്ഷെ ഇത് V3 ഫോം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനും കൂടെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി seem to be ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ seem to be disliked. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആള് V1 ഫോം ഓഫ് ദി വെർബ്. seem to be disliked. അപ്പൊ seemന് ശേഷം ടു ഉണ്ട്, പിന്നെന്താ V1 ഫോം ഉണ്ട്. പക്ഷെ അത് തെറ്റാ. എന്തുകൊണ്ടാ? നമ്മൾ ഈ ബി ഒക്കെ ചേർക്കുന്നത് ഏത് കേസ് വരുമ്പോഴാ? പാസീവിലാണ് അല്ലെ? പാസീവിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഗസ്റ്റ് അഡ്മയേർഡ് മൈ പെയിന്റിങ്സ്. ഓക്കെ, അപ്പൊ ഗസ്റ്റിന്റെ കാര്യം തന്നെയാണ് അവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ഇതിന്റെ പാസീവില് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആക്റ്റീവ് വോയിസിൽ തന്നെ പറയാം അല്ലെ? അപ്പൊ ആക്റ്റീവ് പാസീവില് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരണ്ടേ? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് വരേണ്ടത്. ഓക്കെ, കാരണം അവര് തന്നെയാണ് എന്താ പറയാ ഡിസ്ലൈക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസിൽ തന്നെ പറയാം അല്ലെ? അപ്പൊ ദ ഗസ്റ്റ് അഡ്മയേർഡ് മൈ പെയിന്റിങ്സ് ബട്ട് ദേ സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ് മൈ റൈറ്റിംഗ്സ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 88th വൺ. അത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 89th നോക്കിയേ, ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഓർണിത്തോളജി എന്ന് പറയാ? അത് സ്റ്റഡി ഓഫ് ബേർഡ്സ് അല്ലെ? സ്റ്റഡി ഓഫ് ബേർഡ്സിനെയാണ് ഓർണിത്തോളജി എന്ന് പറയാ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യണേ. ഇനി സെലക്ട് ദി ഓൾട്ടർനേറ്റ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദി ഫോളോയിങ്. ഓക്കെ, ഡിസ്റ്റേസ്റ്റ്ഫുളിന്റെ മീനിങ് വരുന്ന അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. PSC ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് അൺപ്ലസന്റ് ആണ്. ഓക്കെ, അൺപ്ലസന്റ് ആണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടേസ്റ്റ്ലെസ് നമുക്ക് പറയാം, പക്ഷെ PSC ആൻസർ കീ വെച്ചിട്ട് നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് അൺപ്ലസന്റ്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നമ്മുടെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.